ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ആലു പൊറോട്ടയും പുതിന ചട്നിയും ഉണ്ടാക്കാം. ഈ പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പുതിന കുറച്ച് മല്ലിയില, പുതിന ചട്നിയാണ് അപ്പോൾ അതിനകത്തൊരു കുറച്ച് മല്ലിയില, അരമുറി സവാള, പച്ചമുളക്, രണ്ട് വെളുത്തുള്ളി, പിന്നെ ഉപ്പ്, പിന്നെ കഴിക്കാൻ നേരം കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം, നാരങ്ങ നീരൊഴിക്കണം. നമുക്ക് അരയ്ക്കാമെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടണം. കുറച്ചുപ്പ്, ഇലയായതുകൊണ്ട് കുറച്ചുപ്പ് മതി, പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പേസ്റ്റ് പോലെ അരയ്ക്കണം. പുതിന ചട്നി റെഡിയായി. അതുകൊണ്ട് ഇങ്ങനെ അരയ്ക്കണം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പുതിന ചട്നി റെഡിയായി. ഇനി ഇപ്പം നമ്മൾ പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കണം. ഇനി ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. 3 ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിൽ പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചേക്കുക. ഇത് നല്ലതുപോലെ വേവണം, എന്നാലേ അതിൻ്റെ പൊടി ഉടച്ചെടുക്കണം. പിന്നെ ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഒരു സ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് എണ്ണ. ഇത്രയും വേണം. തുടങ്ങാം. തവ ചൂടായി. ഇനി തവയിലോട്ട് കുറച്ച് എണ്ണ, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ ഈ ജീരകം ഇടണം. സവാള ഇടാം. കുറച്ച് സവാള മതി. ഉരുളൻകിഴങ്ങാണ് വേണ്ടുന്നത്. ആലു പൊറോട്ട എന്നല്ലേ പറയുന്നത്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇടാം. ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് പൊടിച്ച് വെക്കാം. ഉരുളൻകിഴങ്ങ് ശരിക്കും വേവണം, എന്നാലേ ഇങ്ങനെ പൊടിയത്തുള്ളൂ. ഞാൻ സ്പൂൺ വെച്ചാണ് പൊടിക്കുന്നത്. ഇങ്ങനെ പൊടിക്കണം, നല്ലോണം പൊടിക്കണം. അല്ലെങ്കിൽ പിന്നെ പൊറോട്ടയ്ക്കകത്ത് വെച്ച് പരത്തുമ്പം ശരിയാവത്തില്ല. നിങ്ങൾ കൈവച്ച് പൊടിച്ചാലും മതി. നല്ലോണം പൊടിയണം. ഉള്ളി ഇത്രയും മൂത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് ചൂടായിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങിടാം. കുറച്ച് ഉപ്പും കൂടെ വേണം. നല്ലോണം ഉടയണം, അല്ലെങ്കിൽ പരത്താൻ പാടാം. 1 സ്പൂണ് ഗരം മസാലയും കൂടി ഇടണം. കുറച്ച് മല്ലിയില അരിഞ്ഞത്. നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം മിക്സ് ആക്കണേ. ഇതിൻ്റെ കൂടെ 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കണം. എന്നിട്ട് മിക്സ് ചെയ്യുക. മസാല റെഡിയായി. ഇനി നമുക്ക് ഓഫാക്കാം. ഗോതമ്പ് പൊടിയിൽ 1 സ്പൂൺ എണ്ണയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1 മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചതാണ്. ഇപ്പം നല്ല സോഫ്റ്റായി. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഉരുളയാക്കിയിട്ട് മാവിലിങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കണം. ഒരു കുഴി ഉണ്ടാക്കണം.
അതിനകത്തോട്ട് ഈ നമ്മൾ വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ മസാല വെക്കണം. ഈ മസാല ഫില്ല് ചെയ്യണം. കുഴക്കട്ടയ്ക്കൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ ഈ മസാല ഫില്ല് ചെയ്യണം. മസാല ഫില്ല് വെക്കണം ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് മാവിൽ മുക്കണം. ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ട് പരത്തണം. തവയിൽ എണ്ണ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതങ്ങോട്ട് ഇടണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യണം. ഇത് ഒരു വശം ചെറുതായിട്ട് മൂക്കുമ്പോൾ തിരിച്ചിടണം. എന്നിട്ട് ആ വശത്തും കുറച്ച് എണ്ണ തൂക്കണം. റെഡിയായി. ഉണ്ടാക്കി വെച്ചിരുന്ന പുതിന ചട്നിയിലേക്ക് ഒരു നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നു. കഴിക്കാൻ നേരം ഒഴിക്കാവും. പുളി വേണേലും ചേർക്കാം. അങ്ങനെ പുതിന ചട്നി റെഡിയായി. കുറച്ച് ബട്ടർ തൂക്കണം. കഴിക്കാൻ നേരം കുറച്ച് ബട്ടർ തൂത്ത് ഈ ചട്നിയുടെ കൂടെ കഴിക്കണം. ആലു പൊറോട്ട നല്ല സൂപ്പറാ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.